ഗായ്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. സോ ഇന്നും ഒരു സൺഡേ ആണ്. സൺഡേ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പരിപാടിയാണ്. ഇന്ന് നമുക്ക് രണ്ടാളെ മീറ്റാക്കാണ്ട്. നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ്. സോ ഈ കാണാൻ പോകുന്ന രണ്ടാൾ, ഒരാൾ മാത്രമല്ല, രണ്ടാളും സ്പെഷ്യൽ ആട്ടോ. രണ്ടാളിൻ്റെ ഫ്രണ്ട്സാണ്. ഒരാൾ ബെസ്റ്റ് ഫ്രണ്ടാണ്, ലൈക്ക് എൻ്റെ എന്താ പറയുക, നമ്മളൊരു ഫുഡി പാർട്ട്ണറൊക്കെ ഉണ്ടാവില്ലേ, അതേപോലുള്ള ഒരാളാട്ടോ ഒരാൾ. മറ്റൊരാളെന്ന് വെച്ചാൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറേ മീറ്റിങ്സും കാര്യങ്ങളും ഒരാളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആളെ നേരിട്ട് കാണാൻ പോകണമെന്നാണ്. സോ പോയേക്കാം. ആൻഡ് വി ഹാവ് സംതിങ് സ്പെഷ്യൽ ഫോർ ഹിം. ദുബായിക്കൊക്കെ വരാൻ നിൽക്കുന്നവരോടൊക്കെ പറയാനുള്ളത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ മക്കളെ. ചൂട്, ഈ ടൈം ഭയങ്കര ചൂടാണ്. ഒരു എന്താ പറയുക, ഒരു രക്ഷയില്ലാത്തപ്പോൾ സമയം ഏകദേശം 5 മണി 5:30 6 മണി ആവാനായിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ചൂട്. അപ്പോൾ ഉച്ചക്കൊക്കെ പുറത്തിറങ്ങിയാൽ ഉരുക്കി പോയിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. കുറച്ചിൻ്റെ ഒക്കെ വരാം. കുറച്ചിൻ്റെ നല്ല കിടിലൻ ക്ലൈമറ്റ് ആവും. വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ക്ലൈമറ്റ് ആവും. അപ്പോഴൊക്കെ വരാൻ നോക്കുക. നമ്മളെ റൂമിൽ നിന്ന് ദാ കാണുന്നുണ്ട് മെട്രോ സ്റ്റേഷൻ. അപ്പോഴേ നമ്മൾ റൂമ് ആ ലാസ്റ്റ് കാണുന്നുണ്ടോ, അതാണ് മെട്രോ സ്റ്റേഷൻ. ഞാൻ കണ്ടെത്തണം. ഫൈനലി വി ആർ അറ്റ് മെട്രോ സ്റ്റേഷൻ. സോ ഈ കൊണ്ടുപോകുന്ന ഗിഫ്റ്റിനാണ് എനിക്ക് ആകെ ഒരു പേടിയുള്ളത്. ബിക്കോസ് നല്ല ചൂടായതുകൊണ്ട് ഇതിൻ്റെ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് റൂം ടെമ്പറേച്ചർ വേണ്ട സാധനങ്ങളാണ്. എന്തായി ഉണ്ടാവുക എന്നുള്ളൊരു ഐഡിയ ഇല്ല. പോയേക്കാം. ആൻഡ് ഇതാണ് കേട്ടോ നമ്മളെ കമ്പനി. ഞാൻ കറൻറ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ദുബായ് മാളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആളെ മീറ്റാക്കാൻ ഞാൻ കുറച്ച് ടൈമും പാടുള്ളൂ. അപ്പോൾ ആൾ കുറേ ടൈമായിട്ട് എൻ്റെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മെട്രോയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ആളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം 4:30 ആണ്. ഇപ്പോൾ ഏകദേശം 6 ആവാനായിട്ടുണ്ട്. നമുക്കെല്ലാമെങ്കിലും ഒരു പരിപാടിക്ക് കൃത്യസമയത്തിന് പോയുള്ള ശീലമില്ലല്ലോ. അപ്പോൾ മെട്രോ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കവിടെ ബുർജ് ഖലീഫ കാണാം. ആളും തിരഞ്ഞെടുക്കുകയാണ്. ഞാൻ കയറി ഇറങ്ങിയ സ്ഥലം മാറിപ്പോയി തോന്നുന്നത്. ഫാഷൻ്റെ ഏരിയക്കാണ് എത്തിയിട്ടുള്ളത്. കുറച്ചും പാടെ പോയാൽ എത്തുന്ന സെക്യൂരിറ്റി പറഞ്ഞു. നമ്മൾ ആൾ പറഞ്ഞ സ്ഥലത്ത്. അസ്സലാമു അലൈക്കും. മീറ്റിംഗിലാ? എന്നാ ദിസ് ഇസ് ഫോർ യു. റോയൽ നബിൽ. സോ ഗൈസ്, നമ്മളാളെ മീറ്റാക്കി. എൻ്റെ ആളെ വകതാ ചെറിയൊരു സാധനം ഫ്രൈ ആക്കി നോക്കട്ടെ. സോ ഫഹീം ആളെക്കുറിച്ച് ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീപ്പായിട്ട് ഞങ്ങളൊരു കഴിച്ചിട്ട് വരാം. കൺട്രോൾ കിട്ടുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ട്. സെക്കൻഡ് ടേസ്റ്റിംഗ് എന്താ അതല്ല, എനിക്ക് ഫസ്റ്റ് എടുക്കണ്ട. ഞാൻ പറയുമ്പോൾ തന്നെ മെയിൻ സാധനം ഓഫ് നൈസൻസ് നമ്മൾ ചിക്കൻ ട്രൈ ചെയ്യാൻ പോകുന്നു. എങ്ങനെയുണ്ട് പാക്കേജിങ്? അൺബോക്സിംഗ് വലിച്ച് തുറക്കടാ. ഒക്കെ സ്വീറ്റ് ആട്ടോ. എന്താ അവസ്ഥ? മൂടല്ലേ? ചോക്ലേറ്റ് അല്ല, പിക്കാൻ്റെ മേലെ കാരമൽ കോട്ടിങ് വരുന്ന ഇതോടെ മറ്റേ രതീഷ കൊള്ളാലോ. നമ്മളെ വേറൊരു ഐറ്റമാണ്, പുതിയ ഐറ്റം, കെയിം ഫ്രം ഇറാൻ. സോ ഇതെന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം.
ഞാനിതാ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, റോയൽ നബീൽ ലൈസൻസ്. ആ പരിപാടി ഞാൻ ആദ്യം പറഞ്ഞതാണ്. സോ ദിസ് ഈസ് എ ഫുഡ് സ്റ്റഫ്, എന്താ പറയുക, ഫുഡ് സ്റ്റഫ് ട്രേഡിങ് പരിപാടി. അവിടെയാണ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലത്തവർക്ക് പറഞ്ഞു തരാണെങ്കിൽ മുട്ടായി കട എന്നൊക്കെ പറയേണ്ടി വരും. ഒരു മുട്ടായി കടയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ മാർക്കറ്റിംഗ് പരിപാടി. നാട്ടിലത്തവർക്ക് വിളിക്കുമ്പോൾ അവരോട് പറയുമ്പോൾ അങ്ങനെ പറയണ്ടേ, മുട്ടായി കട. അവർക്ക് മനസ്സിലാവില്ല. അവർ കുറേ ചോദിക്കും എന്താ പരിപാടി, ഫുഡ് സ്റ്റഫാ എവിടെയാണ്, അൽറാസ് ആ മുട്ടായി പീടിയാ. അപ്പോൾ ആ പരിപാടിയാണ്. സോ ഇത് ഒക്കെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ്. ആ സാധനം അത് ഇത് ഗൈസ്, ദിസ് ഈസ് ഐസ്ക്രീമിൻ്റെ ഒരു വെറൈറ്റി സാധനം. ഫ്രീസ് ഡ്രൈഡ് ഐസ്ക്രീംസ് പല ഫ്ലേവേഴ്സിലുണ്ട്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയത്, ഇറാനിൽ നിന്ന് ഇപ്പോൾ ഇറക്കിയത്, ഇപ്പോൾ അടുത്തിറക്കിയ ഈ ഒരു സാധനമൊക്കെ ഞാൻ പറയുമ്പോൾ അല്ലേ, നമ്മൾ നാട്ടിലേക്ക് ഈ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോകലോ, അതിന് പകരമൊക്കെ കൊണ്ടായിട്ടൊരു ഒരു സാധനമുണ്ട്. ഒരു കിഡിലെ സാധനമാണ്. ഇതിപ്പോൾ ഇത് അനക്കായിട്ട് എടുത്താട്ടോ. ഇത് നമ്മളെ മാർക്കറ്റിൽ നമ്മളിപ്പോൾ സെയിൽ തുടങ്ങിയില്ല, നമുക്ക് ഹോൾസെയിൽ കസ്റ്റമേഴ്സ് ഉണ്ട്. സാധനം നൈസ് സാധനമാണ്, അതുണ്ട് മുതലുണ്ട്. സോ ബുർജ് ഖലീഫിൻ്റെ വ്യൂവും കണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഫഹീമിനെ കുറിച്ച് പറയാം ഗൈസ്. ഫഹീമിനെ കുറിച്ച് ഞാൻ ഇൻട്രോയിൽ കുറച്ച് പറഞ്ഞു കേട്ടോ. എന്താണ് ഫഹീം? ഞാൻ പറഞ്ഞുതരാം. ഫഹീമിനെ നമ്മൾ കുറേ മീറ്റിങ്ങും കോളും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഡയറക്റ്റായിട്ട് കാണുന്ന എന്താണ് മാഷാ അല്ലാഹ് ഇന്ന് കണ്ടിട്ട് ഗിഫ്റ്റ്. ഞാൻ എന്തായാലും നമ്മൾ അങ്ങനെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളല്ലേ, അപ്പം എന്തായാലും ഗിഫ്റ്റ് കൊണ്ടുവരണമല്ലോ. പിന്നെ മച്ചാനായിട്ട് കുറച്ച് പരിപാടികളുണ്ട്, ഇതിനായിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതിനായി ഓനക്ക് അതിൻ്റെ ഒരു ഫീലും എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാനുള്ള ഒരു ലെവൽക്കാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെ ഇതൊരു അടിപൊളി മനുഷ്യനാണ്. മറ്റത്തിടട്ടെ പൂക്കി, ഇതൊരു അടിപൊളി മനുഷ്യനാണ്. ലൈക്ക് എല്ലാ പരിപാടിയും ചെയ്യുന്ന ഒരു, എന്താ പറയുക, ഒരു കംപ്ലീറ്റ്. ഞാൻ പറയുമ്പോൾ ഒരു എന്താ പറയാ, ഒരു ബുർജ് ഖലീഫ സീനാലോ. ലൈറ്റ് പരിപാടി തുടങ്ങിയിരുന്നു ബുർജ് ഖലീഫമേ. കം ടു ദ പോയിന്റ്. ഇവിടെ എത്തേ ഗൈസ്, ഒരു ഇൻസ്പിറേഷനാണ്. ലൈക്ക് ഒരു അന്നെ ഇരുത്തിയിട്ട് മറ്റേ ഇതാക്കണമായിരുണ്ടോ. ഞാനിങ്ങനെ ആലോചിക്കുക ഇതിനെ കുറിച്ച് എന്താ പറയണ്ടേ, ആലോചിക്കുക. ഒരു ഇൻസ്പിറേഷൻ ആട്ടോ സീരിയസ്ലി. ഞാൻ പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രവാസിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓൻ പണി ചെയ്യും, അല്ല ബേസിക്കലി ഈ ആലേക്ക് റൂമിൽ വരും, നാട്ടിലേക്ക് ഒരു കോൾ ചെയ്യും, നാട്ടിലത്തെ കുറേ കടങ്ങളും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ ഓൻ ഡള്ളായി കിടന്നുറങ്ങും. ഇതാണ് ഒരു പ്രവാസി. ഞാനിപ്പോൾ റൂം ഷെയർ ചെയ്യുമ്പോൾ അവിടെ കാണുന്ന എല്ലാവരും ഇതാണ്. പക്ഷെ പണ്ടതായാലും പിന്നെ എടുക്കണം, അന്ന് എൻ്റെ എടുത്തോ, എൻ്റെതായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് കുറച്ച് പരിപാടികൾ ചെയ്യുന്നുണ്ട്. വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫ്രീലാൻസ് പരിപാടി, ഞാനാണെങ്കിൽ ഈ വ്ളോഗിങ് പരിപാടി. പക്ഷെ ഇവൻ്റെ പറയുകയാണെങ്കിൽ ഈസ് ഡൂയിങ് എല്ലാത്തിനും ഉണ്ട്. ഞാനിപ്പോൾ എന്തൊരു കാര്യം എടുത്തു നോക്കിയാലും അതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നമ്മൾ വർക്ക് റിലേറ്റഡ് ആയാലും അല്ലെങ്കിൽ പഠിപ്പിക്കാനായാലും വെണ്ടറാട്ടോ. വെണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് അടിപൊളി മനുഷ്യനാണ് ഇരിക്കുന്ന ഫഹീം. അതുകൊണ്ട് തന്നെ ഞാനിന്ന് മെനക്കെ ഇട്ടിട്ട് ഓടി വന്ന് കാണാൻ വന്ന്. കിട്ടാത്ത ബിസി മാനാണ്. ചിലപ്പോൾ ഇന്ന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ അതെ ഇന്നലെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടിയിരുന്നു. എന്നിട്ട് മനസ്സിലാവും ഫാമിലിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് മനസ്സിലാവും, കുഴപ്പമില്ല. അപ്പോൾ ചെക്കനെ വന്ന് മീറ്റ് ചെയ്ത് മാഷാ അല്ലാഹ് കുറച്ച് ടൈം സംസാരിച്ച് ഞാൻ രാവിലെ വന്നാൽ തോന്നുന്നു ഇരുട്ടായിട്ട് പുറത്തിറങ്ങിയപ്പോൾ. ഇനി നമുക്ക് വേറൊരുത്തരും പാടെ കാണാൻ പോകാണ്ട്, ഓനോട് വെയിറ്റിംഗ് ആവും, ഓനെയും പോയി കാണാണ്ട്. സോ വേറെ എന്തെങ്കിലും പറയാണ്ടോ ഫൈമ? ഇതിന്റെ വ്ളോഗ് കേട്ടോ, മൈ വ്ളോഗ്. ഞാനിപ്പോ വ്ളോഗ് അന്നൊക്കെ കണ്ടിട്ട് തന്നെ ഇൻസ്പയർ ആയിട്ട് അങ്ങനെ തന്നെ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഇജി പിന്നെ ഇപ്പൊ ഹനാൻഷാ നോക്കടാ, പക്ഷെ ഹനാൻഷാക്ക് ടീമുണ്ട് അല്ലേ, ഒക്കെ തന്നെ. അപ്പോൾ പണി കഴിഞ്ഞിട്ട് ഈ പരിപാടികൾക്കും കുറച്ചും പാട് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ള ലെവൽക്കാണ് ഞാൻ വ്ളോഗ് ചെയ്ത് തുടങ്ങിയത്. ഷോ ഇനി വീഡിയോസ് ഉണ്ടാവും. സബ്സ്ക്രൈബർ അല്ലേ, ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടിയിൽ എത്തി കാണാം. ചേടാ ചെങ്ങായി പറയിപ്പിച്ച്. അപ്പൊ ഗൈസ് എല്ലാ ബർക്കത്തും ഉണ്ടാകട്ടെ, ആമീൻ. അപ്പോ അടുത്ത ആളത്ത് എത്തിയിട്ട് കാണാം ഗൈസ്. രണ്ടാമത്തെ ആള് ഓ മാഷാ അല്ലാഹ് മബ്രൂക്ക്. അപ്പൊ ഒന്ന് ചെലവുണ്ടാക്കാം കേക്കോ.
അപ്പോൾ ഗൈസ് രണ്ടാമത്തെ ആളെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. വളരെയധികം ബിസി പേഴ്സണാണ് ഇതും. കൂടുതൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ പറയാൻ വിശക്കുന്നുണ്ട്. എന്നാ പറഞ്ഞോ, ഞാനിപ്പോൾ മടിയാണ്. സോ ഗൈസ് അങ്ങനെ നമ്മളെ വീക്കെൻഡ് ഓൾമോസ്റ്റ് ഫിനിഷായി. ചെക്കനായിട്ട് നല്ലൊരു ഡിന്നറൊക്കെ അടിച്ച് സെറ്റായി. സമയം ഏകദേശം ഏകദേശം 11 മണിയായി. അപ്പം ഇനി ഒരു 11:30 റൂമിൽ പോവുക, 12 മണിക്ക് ഷട്ട് ഡൗൺ ആവുക, നാളെ മുതൽ പണിക്ക് പോവുക. ഇങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. പക്ഷെ ഉറങ്ങാൻ എന്തായാലും ടൈം പിടിക്കും. എന്താ പറയാനുള്ളത്, ഇങ്ങനെയൊക്കെയാണ് അല്ലേ ലൈഫ് പറഞ്ഞതാണ്. ചൂട് കാരണം എടുക്കാത്ത ചൂടാണ്. അതെ, ഇത് നമ്മളെ ചെക്കനാട്ടോ ഫായിസിന്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് ചിലപ്പം ഒരു ഐഡിയ ഉണ്ടാവും. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. ആളിപ്പോൾ പ്രവാസ ജീവിതത്തിൽ നല്ലൊരു ഘട്ടം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാൻഡ്സ് ഐഫോൺ കാര്യങ്ങൾ ആണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തൂടെ? നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാളെ കാണാനുണ്ടായിരുന്നു എന്നുള്ള മൈൻഡിൽ ഇറങ്ങിയിട്ട് രണ്ടാളി മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് മീറ്റ് ചെയ്യാൻ പറ്റി. ഒരു കിടിലം വീക്കെൻഡ് ആക്കാൻ പറ്റി. ആൻഡ് ഫഹീമിനെ കുറിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഫഹീം ശരിക്കും എനിക്ക് തോന്നുന്നു കുറച്ച് ഡിസൈൻ വൈബുള്ള ആൾക്കാർക്ക്, ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ബ്രാൻഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഫഹീമിനെ പറ്റുന്നില്ല. ഫഹീമിനെ കുറിച്ച് ചെറിയ ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ ഹാക്കിലൊക്കെ പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ടാവും. സോ കിടിലൊരു മനുഷ്യൻ ഓനും ഇതാ, കിടിലം വേറൊരു മനുഷ്യൻ ഇതാ വലിയ നമ്മളെ മെയിൻ ആളും. രണ്ടാളെയും മാഷാ അല്ലാഹ് കാണാനും പറ്റി, സംസാരിക്കാനും പറ്റി. നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു അൽഹംദുലില്ലാഹ്. സോ അതൊക്കെയാണ് പറയാനും കാണിക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ മിച്ചൂസ് സൈനിങ് ഓഫ്. ബൈ ബൈ വരടാ. അങ്ങനെ ഫൈനലായി. നമ്മൾ ലാസ്റ്റ് ഒരു ഓറഞ്ച് ജ്യൂസ് കൂടെ കുടിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ചൂട് കാരണം സഹിക്കാൻ വയ്യ. നമ്മൾ ഓറഞ്ച് അവിടെ മുറിയുന്നു. ഇവിടെ വരും. ക്ലാസ് റെഡി ആയിരുന്നു. പ്രശ്നമാവും. ഇപ്പം ഓഫർ ഉണ്ടെന്ന് 7 റംസ് കണ്ടിട്ടാണ് കൊടുത്ത്. പക്ഷേ കാടി ചതിച്ചു. 10 റംസാണ് ഇത് കാണിച്ച്. നോക്കി നോക്കാം. ബഹുമാനപ്പെട്ട ഫായിസ് ബർഗർ ജ്യൂസ് ആസ്വദിച്ച് കുടിച്ചു വരുന്നിരിക്കുന്നു. അടിപൊളി സാധനം കേട്ടോ. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കിട്ടും. സെറ്റല്ലേ? ഓറഞ്ച് അല്ലേ, അല്ലാതെ അതല്ലല്ലോ. അപ്പോൾ വീണ്ടും സന്ധിക്ക് വരയ്ക്കുന്നു. ബൈ.